ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുന്നു. NDAയുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പാലക്കാടെത്തും. LDFനായി മുഖ്യമന്ത്രി പിണറായി വിജയനും UDFനായി ശശി തരൂർ MPയും പ്രചാരണ രംഗത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. കേരള സന്ദർശനത്തിനെത്തിയ ബഹിരാകാശ യാത്രികൻ ശുഭാൻശു ശുക്ലയ്ക്ക് ലോക് ഭവനിൽ ആതിഥ്യമരുളി ഗവർണർ. പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ രൂക്ഷമായി തുടരുന്നു. ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഡ്രോൺ ആക്രമണം ശക്തം. സംസ്ഥാനത്ത് കനത്ത ചൂടിന് ആശ്വാസമായി വിവിധ ജില്ലകളിൽ വേനൽ മഴയെത്തി. IPL ക്രിക്കറ്റ് 19ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. NDAയുടെ പ്രചാരണത്തിനായി മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ ശ്രീ നരേന്ദ്രമോദി നാളെ സംസ്ഥാനത്തെത്തും. ഉച്ചയ്ക്ക് 2-ന് പാലക്കാട്ട് നടക്കുന്ന NDA പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. വൈകിട്ട് 4-ന് തൃശൂർ സ്വരാജ് റൌണ്ടിലെ റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും. LDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് വിവിധയിടങ്ങളിലെ പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുത്തു. നാളെ മലപ്പുറത്ത് പ്രചാരണ പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ എറണാകുളം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി. വോട്ടെടുപ്പിൽ 100% വോട്ടർ പങ്കാളിത്തം ഉറപ്പാക്കുകയാകണം ലക്ഷ്യമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം ഇതര സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾക്ക് മാതൃകയാണെന്നും ഗവർണർ പറഞ്ഞു. 2025 തദ്ദേശ സ്വയംഭരണ പൊതു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട്, 2026 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇയർബുക്ക് എന്നിവ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. EVM ട്രാക്ക് സോഫ്റ്റ്വെയർ വികസിപ്പിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ ആഷിൻ സി അനിൽ, ജസ്വിൻ സുൻസി എന്നിവർക്ക് ഗവർണർ അനുമോദന പത്രം നൽകി. തെരഞ്ഞെടുപ്പ് പ്രചാരണം സമൂഹമാധ്യമങ്ങളിൽ പുതിയ തലങ്ങളിലേക്ക്. വോട്ടർമാരെ ആകർഷിക്കാൻ ഹ്രസ്വചിത്രങ്ങളാണ് സ്ഥാനാർത്ഥികൾ പ്രധാനമായും ആയുധമാക്കുന്നത്. കൃത്യമായ പശ്ചാത്തല സംഗീതവും എഡിറ്റിംഗ് വൈദഗ്ധ്യവും സമന്വയിപ്പിച്ചാണ് ഓരോ മുന്നണിയും സൈബർ ഇടങ്ങളിൽ കളം നിറയുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. സിനിമകളിലെ പ്രശസ്തമായ ഗാനങ്ങളും BGMകളും ഉപയോഗിച്ചുള്ള റീലുകൾക്ക് വൻ പ്രചാരമാണ് ലഭിക്കുന്നത്. രാഷ്ട്രീയ ഭേദമില്ലാതെ ജനപ്രിയ ഗാനങ്ങൾ തങ്ങളുടെ പ്രചാരണ വീഡിയോകൾക്കായി സ്ഥാനാർത്ഥികൾ ഉപയോഗിക്കുന്നുണ്ട്. സ്ലോ മോഷൻ ദൃശ്യങ്ങളും ഫാസ്റ്റ് ഫോർവേഡ് സാങ്കേതികതയും ചേർത്ത് ആകർഷകമാക്കിയ വീഡിയോകളിൽ തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിലെ ആവേശം നിറയ്ക്കുന്ന തീം സോങ്ങുകളും ഇടം പിടിക്കുന്നു. നാട്ടിൻപുറത്തെ വോട്ടർമാരുമായും യുവാക്കളുമായും സംവദിക്കുന്ന ദൃശ്യങ്ങൾക്ക് അനുയോജ്യമായ ഗാനങ്ങളാണ് ഓരോ മണ്ഡലത്തിലും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിർത്തി പ്രദേശങ്ങളിലെ പ്രചാരണത്തിന് തമിഴ് ഗാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്പോർട്സ് ക്ലബ്ബുകളിലെയും മറ്റും സന്ദർശനങ്ങൾക്ക് കായിക സിനിമകളിലെ ആവേശകരമായ ഗാനങ്ങളാണ് പശ്ചാത്തലമാക്കുന്നത്. വോട്ടർമാരിലേക്ക് നേരിട്ടെത്തുന്നതിനൊപ്പം തന്നെ ഡിജിറ്റൽ ഇടങ്ങളിലെ സ്വാധീനം ഉറപ്പിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് എല്ലാ മുന്നണി സ്ഥാനാർത്ഥികളും. തിരുവനന്തപുരം സെൻട്രൽ പ്രസിൽ അച്ചടിച്ച പോസ്റ്റൽ ബാലറ്റ് പേപ്പറുകൾ തിരുവനന്തപുരം ജില്ലാ കളക്ടറും ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറുമായ അനുകുമാരിക്ക് കൈമാറി. സെൻട്രൽ പ്രസിൽ നടന്ന ചടങ്ങിൽ അച്ചടി വകുപ്പ് ഡയറക്ടർ അമീർ CA ആണ് പോസ്റ്റൽ ബാലറ്റ് പേപ്പറുകൾ കൈമാറിയത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലേക്കുള്ള പോസ്റ്റൽ ബാലറ്റ് പേപ്പറുകളാണ് സെൻട്രൽ പ്രസിൽ അച്ചടിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 132ാം പതിപ്പാണിത്. ദൂരദർശനിലും ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണത്തെ തുടർന്ന് പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത്ത് കേൾക്കാം. 2 ദിവസത്തെ സന്ദർശനത്തിനായി സംസ്ഥാനത്തെത്തിയ ബഹിരാകാശ യാത്രികൻ ശുഭാൻശു ശുക്ല ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ അതിഥിയായി ലോക് ഭവനിലെത്തി. തെരഞ്ഞെടുക്കപ്പെട്ട 500ഓളം വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിച്ചു. രാജ്യങ്ങൾ തമ്മിലുള്ള അതിരുകളില്ലാതെ ഭൂമി തനിക്ക് സ്വന്തമാണെന്ന അനുഭവമാണ് യാത്രയിൽ അനുഭവപ്പെട്ടതെന്ന് ശുഭാൻശു വിശദീകരിച്ചു. ബഹിരാകാശത്തിൽ ഇന്ത്യ, സുശക്ത ഇന്ത്യ, വികസിത ഭാരതത്തിനായുള്ള യുവജന വീക്ഷണം എന്നീ വിഷയങ്ങളിൽ അദ്ദേഹം പ്രഭാഷണം നടത്തി.
പശ്ചിമേഷ്യയിൽ ആക്രമണം രൂക്ഷമായി തുടരുന്നു. ഒമാനിലെ സലാല തുറമുഖത്ത് 2 ആളില്ലാ ഡ്രോണുകൾ നടത്തിയ ആക്രമണത്തിൽ പ്രവാസിയായ തൊഴിലാളിക്ക് നേരിയ പരിക്കേറ്റു. ആക്രമണത്തെ ശക്തമായി അപലപിച്ച ഒമാൻ സർക്കാർ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിക്കുകയും ചെയ്തു. അതിനിടെ ലെബനനിലെ ഹിസ്ബുള്ള താവളങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രയേലി ആക്രമണം പുനരാരംഭിച്ചതായും റിപ്പോർട്ടുണ്ട്. ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിൽ ആക്രമണം തുടരുന്നതിനിടെ ബെയ്റൂട്ടിലും തെക്കൻ ലെബനനിലും ഇസ്രയേലി ആക്രമണങ്ങളിൽ വീണ്ടും നാശനഷ്ടങ്ങൾ ഉണ്ടായതായി അധികൃതർ അറിയിച്ചു. UAEയിൽ ഇന്ന് പുലർച്ചെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകളും ഡ്രോണുകളും തടഞ്ഞു. പ്രതിരോധത്തിനിടെ അവശിഷ്ടങ്ങൾ തകർന്നു വീണ് അബുദാബിയിലെ ഖലീഫയിലെ വ്യാവസായിക മേഖലയിൽ 2 തീപിടുത്തത്തിൽ 5 ഇന്ത്യൻ പൌരന്മാർക്ക് ഗുരുതരമല്ലാത്ത പരിക്കുകളുള്ളതായി റിപ്പോർട്ടുണ്ട്. ഇറാനിലുടനീളം വ്യോമാക്രമണം നടത്തിയതിന് ഇസ്രയേലിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി മുന്നറിയിപ്പ് നൽകി. ഈ മാസം 24-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ മൂന്നാമതൊരു കക്ഷിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. ടെക് ശതകോടീശ്വരൻ ഇലോൺ മസ്ക് സംഭാഷണത്തിൽ പങ്കുചേർന്നതായി അവകാശപ്പെടുന്ന റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നിഷേധിച്ചു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികളെക്കുറിച്ചാണ് ഇരു നേതാക്കളും ചർച്ച ചെയ്തതെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40-ന് പ്രക്ഷേപണം ചെയ്യും. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് കനത്ത ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ താപനില ഉയരുന്നത് മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ എല്ലാവരും സ്വയം പ്രതിരോധം പരിശീലിക്കണമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ്. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ, പ്രായമായവർ, ഗർഭിണികൾ, ഗുരുതര രോഗങ്ങളുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നേരിട്ട് വെയിലേൽക്കുന്ന ജോലി ചെയ്യുന്നവർ ജോലി സമയം പ്രഭാതങ്ങളിലും വൈകുന്നേരങ്ങളിലുമായി ക്രമീകരിക്കണം. നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ധാരാളം വെള്ളം കുടിക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു. കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ വേനൽ മഴ ലഭിച്ചു. കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലകളിൽ ഇന്ന് ശക്തമായ മഴ പെയ്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കിഴക്കൻ മലയോര ഗ്രാമങ്ങളായ തിരുവമ്പാടി, കുറ്റ്യാടി, കോടഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിച്ചത്. കൂടാതെ കുന്നമംഗലം, ചാത്തമംഗലം എന്നീ പ്രദേശങ്ങളിലും മഴ ലഭിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശക്തമായ ചൂടാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. ഇതിനെ തുടർന്ന് ജലാശയങ്ങളും ജലനിരപ്പ് താഴ്ന്നിരുന്നു. ശക്തമായ ഇടിമിന്നലിൽ തെങ്ങുകൾക്ക് തീപിടിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലും ഇന്ന് ശക്തമായ കാറ്റും മഴയും ഉണ്ടായി. മാലൂർ, പേരാവൂർ എന്നിവിടങ്ങളിൽ പലയിടങ്ങളിലും മരം കടപുഴകി വീണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. നെടുംപൊയിൽ മാനന്തവാടി റൂട്ടിൽ കൂറ്റൻ മരം കടപുഴകി വീണ് ഗതാഗത തടസ്സവുമുണ്ടായി. അതേസമയം സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് 19-ാം പതിപ്പിന് ഇന്ന് ബംഗളൂരുവിൽ തുടക്കം. M ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ന് മത്സരം ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്. IPL ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പുതിയ ക്യാപ്റ്റൻ രജത് പട്ടീദാറിന്റെ കീഴിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു അവരുടെ ഹോം ഗ്രൌണ്ടിൽ പോരാട്ടം ആരംഭിക്കും. ഓസ്ട്രേലിയൻ പേസർ പാറ്റ് കമിൻസ് പരിക്കുമൂലം പുറത്തായതിനെ തുടർന്ന് ചുമതലയേറ്റ ഇഷാൻ കിഷനാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നയിക്കുന്നത്. 2 മാസം നീണ്ടുനിൽക്കുന്ന ടൂർണമെന്റ് മെയ് 31 വരെ തുടരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുന്നു. NDAയുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പാലക്കാടെത്തും. LDFനായി മുഖ്യമന്ത്രി പിണറായി വിജയനും UDFനായി ശശി തരൂർ MPയും പ്രചാരണ രംഗത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. കേരള സന്ദർശനത്തിനെത്തിയ ബഹിരാകാശ യാത്രികൻ ശുഭാൻശു ശുക്ലയ്ക്ക് ലോക് ഭവനിൽ ആതിഥ്യമരുളി ഗവർണർ. പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ രൂക്ഷമായി തുടരുന്നു. ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഡ്രോൺ ആക്രമണം ശക്തം. സംസ്ഥാനത്ത് കനത്ത ചൂടിന് ആശ്വാസമായി വിവിധ ജില്ലകളിൽ വേനൽ മഴയെത്തി. IPL ക്രിക്കറ്റ് 19-ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.